ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്യാർ പ്രേമ കല്യാണം എന്ന് പറയുന്ന തമിഴ് മൂവിയാണ്. സാധാരണ പെൺകുട്ടികളല്ലേ വിവാഹം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ഇവിടെ ഒരു പെൺകുട്ടിയുടെ നിർബന്ധം കാരണം അവളുടെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നാലോ, പിന്നെ എന്തൊക്കെയായിരിക്കാം ആ പയ്യൻ അവിടെ നേരിടേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് അടക്കാം. അതിനുമുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ പവിയുടെയും നായകൻ എലന്റെയും വിവാഹമാണ്. പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അവർ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എലന്റെ ഉറ്റ സുഹൃത്തുക്കളാണ് വിനോദും മൈക്കിളും. അങ്ങനെ താലികെട്ട് കഴിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം അവിടെ എന്തോ സംഭവിച്ചു. പവിയാകട്ടെ വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇലൻ അവളുടെ പിറകെയും. പ്രണയവിവാഹം ആയിരുന്നിട്ട് പോലും താലികെട്ടിന് ശേഷം ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കഥയൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. പവി ഒരു ഇൻഫ്ലുവൻസർ ആണ്. അവളുടെ വീട്ടില് അമ്മയച്ഛനും അവളുടെ ഗ്രാൻഡ് ഫാദറും ഒരു ചെറിയ നായ്ക്കുട്ടിയുമാണുള്ളത്. പവിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതേസമയം നമ്മുടെ നായകൻ ഇലനാകട്ടെ ദുബായില് ഇഷ്ടമല്ലാത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനൊരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അവന്റെ നാട്ടിൽ അവന്റെ ഫാമിലിയുടെ കൂടെ നിൽക്കുന്നതാ ഇഷ്ടം. അവന്റെ അമ്മയുടെ കൈകൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്നതാ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ പോകണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അവന്റെ അച്ഛന്റെ നിർബന്ധം കാരണമാണ് അവൻ ഇവിടേക്ക് കയറി വന്നത്. മനഃപൂർവ്വം ജോലിയിൽ നിന്ന് അവനെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി സ്ഥലത്തേക്ക് അവൻ മദ്യം കൊണ്ടുവരുന്നു. അങ്ങനെ അവനെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയെ കൺവിൻസ് ചെയ്ത് അവൻ നാട്ടിലേക്ക് വരുന്നു. എന്നാൽ അവന്റെ അച്ഛനറിയാമായിരുന്നു അവൻ എന്തോ ഉടായ്പ് കാണിച്ചിട്ട് അവിടെ വന്നിരിക്കുന്നതെന്ന്. നാട്ടിൽ വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടി ചെന്നൈയിൽ തന്നെ ഒരു ജോലി നോക്കുന്നുണ്ടെന്ന് അവൻ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. എലന്റെ വീട്ടില് അവന്റെ അമ്മയും അച്ഛനും സഹോദരനും സഹോദരന്റെ വൈഫും കുട്ടികളും ഗ്രാൻഡ്മയും ഉണ്ടായിരുന്നു. എലന്റെ അച്ഛനാകട്ടെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവനോട് പെരുമാറുന്നത്. അവന് വേണ്ടിയിട്ട് അയാൾ വിവാഹാലോചനകൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പെൺകുട്ടികളുടെ ഫോട്ടോ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവൻ റിജക്ട് ചെയ്യും. എന്നാൽ ഈ പ്രാവശ്യം അയാളാകട്ടെ അവനോട് ഒരു പെൺകുട്ടിയെ പോയി കാണാൻ പറഞ്ഞു. പെൺകുട്ടിയുടെ ഫോട്ടോ അയച്ചു കൊടുത്തില്ല. പകരം അവളുടെ നമ്പർ മാത്രമാണ് കൊടുത്തത്. എലൻ ഗ്രാൻഡ്മയോട് പറയുന്നുണ്ട് തനിക്ക് ശരിക്കും പ്രണയിച്ച് വിവാഹം കഴിക്കാനാ ഇഷ്ടമെന്ന്. എന്നാൽ ഗ്രാൻഡ്മ പറയുന്നു ചിലപ്പോ നീ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ തന്നെ നിനക്ക് പ്രണയം തോന്നിയാലോ, എന്താണെങ്കിലും പോയി കാണാമെന്ന് എലൻ തീരുമാനിച്ചു. പക്ഷെ എലന്റെ ഫ്രണ്ട്സിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അവൾക്കൊരു മെസ്സേജ് ഇട്ട് നോക്കാമെന്ന്. വിനോദാണ് എലൻ കാണാൻ പോകുന്ന പെൺകുട്ടിക്ക് മെസ്സേജ് ഇടുന്നത്. അവളുടെ ഒരു ഫോട്ടോ തരുമെന്ന് ചോദിച്ചപ്പോൾ അവൾ താൻ നാളെ ഇടാൻ പോകുന്ന ഡ്രസ്സിന്റെ ഫോട്ടോ ആണ് അയച്ചു കൊടുക്കുന്നത്. നാളെ നേരിൽ കാണാമെന്നും പറയുന്നു. എലൻ എങ്ങനെ ഇവർ കാണാമെന്ന് തീരുമാനിച്ച ആ കോഫി ഷോപ്പിലേക്ക് പോകുന്നു. എന്നാൽ അതേസമയം അവിടെ അതേ കളറിലെ ഡ്രസ്സിൽ നമ്മുടെ നായികയായ പവിയായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടി ഇതായിരിക്കുമെന്ന് എലന് മനസ്സിലായി. അവനാകട്ടെ ആൾക്കാരെ സ്കെച്ച് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെ കണ്ട മാത്രയിൽ തന്നെ അവൻ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അവളുടെ കണ്ണുകള്, അവളുടെ ചെവി, അവളിട്ടിരിക്കുന്ന കമ്മല്, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് വരച്ച് അവിടെയുള്ള ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്ത് അവളുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ അവൾ ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ സമയം പെട്ടെന്ന് അവളുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രവുമായിട്ട് അവൻ അവളുടെ മുന്നിലേക്ക് വരുന്നു. എന്റെ ഗ്രാൻഡ്മ പറഞ്ഞത് ശരിയായി. അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടി കൊള്ളാമെന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കാൻ ആരംഭിച്ചു. എന്നാൽ ആ സമയം ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും കാണാൻ വന്നത് എന്നെയാണെന്ന്. ആ പെൺകുട്ടിയും സെയിം കളർ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. അതോടുകൂടി അയാളിന് മനസ്സിലായി തനിക്ക് അബദ്ധം പറ്റിയതാണ്. അവിടെ ഇരിക്കുന്ന പവി തന്റെ അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടിയല്ല. പക്ഷെ അവൻ ഇഷ്ടപ്പെട്ടത് പവിയായിരുന്നു. പവിയും ഈ ഒരു സിറ്റുവേഷനൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എലൻ എന്തായാലും തന്നെ കാണാൻ വന്ന പെൺകുട്ടിയുടെ കൂടെ മാറിയിരുന്ന് സംസാരിക്കുന്നു. എന്നാൽ പവിയുടെ ശ്രദ്ധ മുഴുവൻ എലനിലേക്കായിരുന്നു. ക്യൂട്ടായിട്ടുള്ള കപ്പിളാണെന്ന് തോന്നുന്നു. കണ്ടന്റിനെ പറ്റിയ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് അവൾ തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് ഇവരുടെ ഒരു വീഡിയോ എടുക്കാൻ പറയുന്നു. എന്നാൽ എലനാകട്ടെ ഇതൊന്നും അറിയാതെ തന്നെ കാണാൻ വന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട് കല്യാണം കഴിച്ചാലും നീ ജോലിയൊക്കെ വിടേണ്ടി വരും. എന്റെ അച്ഛനും അമ്മ എന്നെയൊക്കെ നോക്കി എന്റെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നീ നിന്റെ അച്ഛൻ പറയുന്നതും കേൾക്കാൻ നിൽക്കണ്ട, ഞാൻ പറയുന്നത് കേൾക്കണം. അങ്ങനെ ഫുള്ള് നെഗറ്റീവായിട്ടാണ് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത്. പക്ഷെ ആ പെൺകുട്ടി കരുതിയത് ഇവനിതെല്ലാം തമാശയായിട്ട് പറയുകയാണെന്നാണ്. എന്നാൽ അവനാകട്ടെ പവിയെ തന്നെ നോക്കിക്കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അവന് പവിയെ ഇഷ്ടപ്പെട്ടു. ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനായിരുന്നു അവളോട് നെഗറ്റീവായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും വീഡിയോ ഒക്കെ എടുത്തിട്ട് പവി അവിടെ നിന്നും പോയി. എന്നാൽ ഇലൻ അവളെ കാണാൻ വേണ്ടി അവളുടെ പിറകെ പോയെങ്കിലും അവൾ അപ്പോഴേക്കും വണ്ടിയിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. ഇനി അവളെ എങ്ങനെ കാണുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു എലൻ. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാകട്ടെ അവൻ കണ്ട പെൺകുട്ടി അവന്റെ വിവാഹാലോചനയ്ക്ക് ഓക്കെ പറഞ്ഞിരിക്കുന്നു. അവന്റെ തമാശയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് താൻ തമാശയായിട്ടല്ലല്ലോ അവളോട് പറഞ്ഞതെന്ന് എലൻ ചിന്തിക്കുന്നുണ്ട്. ഇക്കാലത്തെ പെൺകുട്ടികളുടെ മനസ്സെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇനി ഈ കല്യാണത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാകുന്നുള്ള ചിന്തയിലായിരുന്നു അവൻ. അതിനിടയ്ക്കാണ് അവരുടെ ഒരു കോമൺ ഫ്രണ്ട് അവനെ ഒരു വീഡിയോ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് നീ തന്നെയല്ലെന്ന് ചോദിക്കുന്നു. ആ വീഡിയോ കണ്ട് എലൻ ശരിക്കും ഞെട്ടിപ്പോയി. പവിയായിരുന്നു ആ വീഡിയോ തന്റെ അക്കൗണ്ടിൽ ഇട്ടിരുന്നത്. എലൻ ഇന്ന് ആ കോഫി ഷോപ്പിൽ വെച്ചിട്ട് പെൺകുട്ടിയോട് വളരെ മോശമായിട്ടൊക്കെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. താൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് ആണ് ഇവനെന്നും ഈ കാലത്തും പെൺകുട്ടികളോട് ജോലിക്ക് പോകണ്ട, വീട്ടിൽ അവനെ നോക്കിയിരിക്കാൻ പറയുന്നു. അങ്ങനെ പെൺകുട്ടികളെ അടിമയാക്കി വെക്കുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ് ഇവൻ എന്നൊക്കെ രീതിയിലായിരുന്നു പവി ഇവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻ ആരെ അന്വേഷിച്ചാണോ നടന്നത് അതേ പെൺകുട്ടി തന്നെ കുറിച്ച് മോശം പറയുന്നു. അത് കാരണം എലന് ഇവളെ കണ്ടെത്തിയതിൽ സന്തോഷിക്കണോ അതോ ഇവള് തന്നെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിഷമിക്കണോ എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. അവന്റെ വീഡിയോ വൈറലായി. അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും അവനെ തിരിച്ചറിയുകയും
നീ റെഡ് ഫ്ലാഗ് അല്ലേന്ന് ചോദിക്കുകയും ചെയ്തു തുടങ്ങി. വീട്ടിലുള്ളവർ പോലും ഇത് കണ്ടിട്ട് അവനെ ചോദ്യം ചെയ്യുന്നു. വീഡിയോ ഇട്ട പവിയെ എങ്ങനെയെങ്കിലും കാണണമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു എലൻ. ആ സമയം അവള് ലൈവായിട്ട് ഒരു മാളിൽ നിന്ന് വീഡിയോ ഇടുന്ന കണ്ടിട്ട് എലൻ അവിടേക്ക് പോകുന്നു. അവനെ കണ്ടവൾ പേടിച്ചോടിയെങ്കിലും അവൻ അവളെ കൈയോടെ പിടിച്ചു. എന്നാൽ അവളാകട്ടെ പെട്ടെന്ന് ഇൻസ്റ്റഗ്രാമിൽ ലൈവ് പോകുന്നു. താൻ വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഇവൻ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആക്രമിക്കാൻ വന്നതല്ല, ആ വീഡിയോയിൽ എന്നെ നല്ല രീതിയിൽ തന്നെ കാണണം, എല്ലാവരോടുമായിട്ട് എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും നിങ്ങൾ ആ വീഡിയോ ഇട്ടതിൽ ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയാനാ വന്നത്. എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അദ്ദേഹം പറഞ്ഞ പെൺകുട്ടിയെ തന്നെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നു. എനിക്കാകട്ടെ ഈ ലോകത്ത് ആരും പ്രണയിക്കാത്ത രീതിയിൽ പ്രണയിക്കണമെന്നും പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. പ്രണയിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന എന്നെ കൊണ്ട് അച്ഛൻ അറേഞ്ച്ഡ് മാരേജ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ നിങ്ങളിട്ട ആ വീഡിയോ കാരണം എന്താണെങ്കിലും ആ കല്യാണം മുടങ്ങി. അതിന് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. കാരണം എനിക്ക് കോഫി ഷോപ്പിൽ വെച്ച് കണ്ട ഒരു പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവളെ പ്രണയിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. തന്നെ കുറിച്ചാണ് അവൻ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. കൂടാതെ ഇത്രയും ദിവസം അവൾ അവനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അവൻ എല്ലാം തുറന്നു പറഞ്ഞതോടുകൂടി അവൾക്കും അവനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. പക്ഷെ നീ സ്നേഹിക്കുന്ന പെൺകുട്ടി സിംഗിൾ ആണോ അല്ലയോ എന്ന് നിനക്ക് ഇപ്പോഴും അറിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൾ സിംഗിൾ ആണെങ്കിൽ ഞാൻ അവളെ പ്രണയിക്കും, അതല്ല അവൾ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവൾ ഹാപ്പിയാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അവൻ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴേക്കും നല്ലൊരു മനുഷ്യനാണെന്ന് അവൾ മനസ്സിലാക്കുകയും അവനോട് തനിക്ക് വേണ്ടി ഒരു ചിത്രം വരയ്ക്കാമെന്ന് ചോദിക്കുകയും ചെയ്തു. അവർ ആദ്യം കണ്ട ആ മൊമെന്റ് അവൻ അവൾക്ക് വേണ്ടി വരച്ചു കൊടുത്തു. പിന്നീട് ഇവർ പരസ്പരം പ്രണയിക്കാൻ ആരംഭിച്ചു. രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചും പാത്തും അവളുടെ വീട്ടിൽ വെച്ച് കാണുമായിരുന്നു. ഒരു ദിവസം അവന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അവളെ അവൻ അവന്റെ വീട്ടിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ കറക്റ്റ് സമയത്ത് അവന്റെ വീട്ടുകാരെ വരികയും ഇവരെ ഒരുമിച്ച് കാണുകയും ചെയ്തു. അതോടുകൂടി വീട്ടുകാര് ഇവർ രണ്ടുപേരുടെയും കല്യാണത്തെ പറ്റി സംസാരിക്കുന്നു. എലന്റെ അച്ഛന് ഈ ഒരു വിവാഹത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എലനാകട്ടെ ഇപ്പോൾ നിലവിൽ ജോലിയൊന്നുമില്ല. എന്നാൽ അവൻ എല്ലാവരോടും പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ തനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാം, എല്ലാം സെറ്റായിരിക്കുകയാണെന്നാണ്. അങ്ങനെ വിവാഹത്തിനുള്ള ഡേറ്റ് എടുത്തു. വിവാഹശേഷം എലിന് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള വീടിന്റെ പണികളും നടക്കുകയാണ്. അതിന്റെ EMI ഒക്കെ നീ തന്നെ അടയ്ക്കണമെന്ന് എലിനോട് അവന്റെ അച്ഛൻ പറയുന്നു. അവനാകട്ടെ ഇതുവരെ ജോലിക്ക് പോയി തുടങ്ങിയിട്ട് പോലുമില്ല. അങ്ങനെ പിന്നീട് കല്യാണത്തിന്റെ മെഹന്തിയും സംഗീതും ഹൽദിയൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തുടക്കത്തിൽ കാണിച്ച കല്യാണ ദിവസവും താലികെട്ടിന് ശേഷം എന്താണ് സംഭവിച്ചത്? താലികെട്ട് കഴിഞ്ഞ് എലന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നു. പക്ഷെ ആ സമയം പവി വല്ലാത്ത ടെൻഷനിലും സങ്കടത്തിലുമായിരുന്നു. അവളുടെ വീട്ടുകാര് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവൾക്ക് ആ സമയം എലിന്റെ കൂടെ പോകാൻ തോന്നിയില്ല. അവൾ അവിടെ നിന്നും പുറത്തേക്ക് ഓടിപ്പോകുന്നു. ഇവൾ എന്താ കാട്ടുന്നതെന്ന് മനസ്സിലാകാതെ അവൻ അവളുടെ പിറകെ ഓടുന്നതിനിടയിൽ അവന്റെ മുണ്ട് പോലെ ഊരിപ്പോയി. അവൾ ഓട്ടോയിൽ കയറി അവളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവൻ പിറകെ പോയി കാര്യം തിരക്കുന്നു. അവള് പറയുന്നുണ്ട്, എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റത്തില്ല. ശരിക്കും എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് താലി കെട്ടുന്ന സമയത്ത് അവന്റെ അച്ഛനും അമ്മയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നും തന്റെ അച്ഛനും അമ്മയും സങ്കടപ്പെട്ട് കരയുകയായിരുന്നു എന്നും താൻ ആ ഒരു നിമിഷം കണ്ടതോടുകൂടി ഒരു കാര്യം അവൾക്ക് മനസ്സിലായി. തന്റെ വീട്ടിലെ അവസ്ഥയും തന്റെ പേരൻസിനെ എല്ലാം വിട്ടിട്ട് തനിക്ക് അവന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. തന്റെ വീട്ടിലെ ചെടികളുടെ കാര്യം, നായ്ക്കുട്ടിയുടെ കാര്യം, പേരൻസിന്റെ കാര്യം, ഇതിലെല്ലാം അവൾക്ക് ശ്രദ്ധയുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം വിട്ട് എങ്ങനെ പോകും? അതുകൊണ്ട് അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു എലൻ. എലന്റെ വീട്ടിലാകട്ടെ എല്ലാവരും ആകെ സങ്കടത്തിലും. പക്ഷേ സംഭവം എന്തായാലും വൈറലായി. കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ചെക്കനെ ചതിച്ചിട്ട് കെട്ടിയ താലിയുമായിട്ട് പെൺകുട്ടി ഓടി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും അവളെ ട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും അവനല്ല റെഡ് ഫ്ലാഗ്, അവളാണ് യഥാർത്ഥ റെഡ് ഫ്ലാഗ് എന്ന് എല്ലാവരും പറയുന്നു. സോഷ്യൽ മീഡിയയിൽ അവളെ എല്ലാവരും റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ രണ്ടുപേരും അവരവരുടെ വീട്ടില്. എലൻ അവന്റെ കൂട്ടുകാർ കുറെ മദ്യം കൊടുക്കുന്നു. വിനോദാകട്ടെ അവനോട് പറയുന്നുണ്ട്, നീ ഒരു ആണാണ്, മര്യാദയ്ക്ക് അവളോട് സംസാരിച്ച് അവളെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ രാത്രിയില് മദ്യപിച്ചിട്ട് എലൻ അവളുടെ വീടിന്റെ മതില് ചാടി ടെറസിലെത്തുന്നു. അവൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവളോട് ദേഷ്യപ്പെടുന്നതിന് പകരം അവളുടെ കൂടെ അവൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുകയാണ്. അത് കഴിഞ്ഞതും അവൻ അവളോട് തന്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നു. എന്നാൽ തനിക്ക് വരാൻ പറ്റില്ല എന്നാണ് അവള് പറയുന്നത്. അവൾ അവന്റെ വീട്ടിലേക്ക് പോകില്ല. എന്നാൽ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു വീട്ടിൽ നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ഫാമിലിയെ വിട്ടിട്ട് അങ്ങനെ വന്ന് നിൽക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല. ഫാമിലിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദുബായിൽ നിന്ന് വന്നതെന്നാണ് അവൻ പറയുന്നത്. ഇനിയിപ്പോ ഒരു ഓപ്ഷനേ ഉള്ളൂ, നിനക്ക് ഫാമിലിയുടെ കൂടെ നിന്നാ പോരെ, നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വീട്ടിലേക്ക് വാ. അവൾ അത് പറഞ്ഞതും അവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. ഈ കാര്യം അവന്റെ വീട്ടിലറിഞ്ഞതും അവരാകെ ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ പോയി അവളുടെ വീട്ടിൽ നിൽക്കുന്നത് വലിയ നാണക്കേടാണെന്നും അതിനേക്കാൾ നല്ലത് ഈ ബന്ധം തന്നെ അവസാനിപ്പിക്കുന്നതാണെന്നും അവന്റെ വീട്ടുകാര് പറഞ്ഞു തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡിവോഴ്സ് നോട്ടീസാണ് പവിയുടെ വീട്ടിലേക്ക് വരുന്നത്. അത് കണ്ടതും അവളൊന്ന് ഞെട്ടി. അവൾക്കാകട്ടെ പലയിടത്തു നിന്നും ഇന്റർവ്യൂസിന് കോള് വരുന്നുണ്ടായിരുന്നു. അവസാനം അവൾ ഒരു ചാനലില് ഇന്റർവ്യൂവിന് പോകുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചിരുന്ന നിങ്ങള് നേരത്തെ തന്നെ അറിഞ്ഞിരുന്ന കാര്യമല്ലേ വിവാഹശേഷം ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകണമെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് അവസാന നിമിഷം പോകാതിരുന്നതെന്ന് ചോദിച്ചതും അവൾ ആങ്കറിനോട് പറയുന്നുണ്ട്, കല്യാണം എന്ന് പറയുന്നത് ഒരു ട്രഡീഷനാണ്. പക്ഷേ വിവാഹശേഷം പെൺകുട്ടി ആണിന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ താൻ ഫോളോ ചെയ്യാൻ തയ്യാറല്ല. വിവാഹം കഴിഞ്ഞിട്ട് സ്വന്തം അച്ഛനും അമ്മയും വളർന്ന വീടൊക്കെ വിട്ടിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് ആ സമയത്ത് മാത്രം
മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ. എനിക്കത് വിട്ടിട്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയത്. എല്ലാ കാലത്തും പെൺകുട്ടികളല്ലേ ആൺകുട്ടികളുടെ വീട്ടിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട് ഒരു തവണ പോലും തിരിച്ചു നടക്കാത്തത്? അതുകൊണ്ടാണ് അവൾ എലനോട് തന്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞത്. ആ ആങ്കർ ആകട്ടെ എലനും കോള് കണക്ട് ചെയ്യുന്നു. ആ പരിപാടിയിലൂടെ അവൾ എലനോട് സംസാരിക്കുന്നു. എലൻ പറയുന്നുണ്ട്, കല്യാണ സമയത്ത് തൊട്ട് നീയാണ് ഓരോ ഡ്രാമ കളിക്കുന്നത്. എന്റെ ഫാമിലി നീ കാരണം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? നീ ഇവിടേക്ക് വരുന്നതാ നല്ലതെന്ന് അവൻ പറയുന്നു. എന്നാൽ അവൾ ദേഷ്യത്തിൽ ആ ഡിവോഴ്സ് പേപ്പർ എടുത്ത് കാണിക്കുന്നു. ഈ ഡിവോഴ്സ് പേപ്പർ നീ എനിക്ക് എന്തിനാ അയച്ചത്? നീ എല്ലാം അവസാനിപ്പിക്കാനല്ല ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ആ പേപ്പർ താനല്ല അയച്ചെന്ന് അവൻ പറയുന്നുണ്ട്. ശരിക്കും ആ പേപ്പർ അയച്ചത് അവന്റെ അച്ഛനായിരുന്നു. അതിനെപ്പറ്റി അവനൊരു അറിവുണ്ടായിരുന്നില്ല. അങ്ങനൊരു പേപ്പർ അയച്ചു കഴിഞ്ഞാൽ അവൾ തിരിച്ചെലന്റെ വീട്ടിലേക്ക് വരുമെന്ന് കരുതിയിട്ടാണ് അവന്റെ അച്ഛൻ അങ്ങനെ ചെയ്തത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രണയമെല്ലാം നീ മറന്നോ? എന്റെ വീട്ടിലേക്ക് നീ തിരിച്ചു വാ എന്ന് എലൻ അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾ തിരിച്ചു പറയുന്നുണ്ട്, പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ലോകത്ത് ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നീയല്ലേ നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം മാത്രം ചെയ്യ്. എന്റെ വീട്ടിലേക്ക് വന്ന് എന്റെ കൂടെ താമസിക്കുക. അത് ചെയ്യാൻ നിനക്ക് സമ്മതമാണെന്ന് ചോദിക്കുന്നു. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോന്ന് ചോദിക്കുന്നു. തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ എലനാകട്ടെ ഒടുവിൽ അവളുടെ ആ ഒരു കണ്ടീഷന് ഓക്കെ പറയുകയാണ്. ഞാൻ വന്ന് നിന്റെ വീട്ടിൽ നിൽക്കാം. അത് കേട്ട് ശരിക്കും എലന്റെ വീട്ടുകാരും അവന്റെ ഫ്രണ്ട്സും എല്ലാം ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് കാണിക്കുന്നത് എലൻ തന്റെ സാധനങ്ങളും എടുത്ത് തന്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞ് പവിയുടെ കൂടെ പോകാൻ തുടങ്ങുന്നതാണ്. അവന്റെ ചേട്ടത്തി അവനോട് പറയുന്നുണ്ട്, അവിടെ താമസിക്കുമ്പോ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണം. അവന്റെ ചേട്ടന്റെ മക്കളാകട്ടെ അവൻ പോകാൻ തുടങ്ങുന്നത് കാരണം അവന്റെ റൂമിന് വേണ്ടിയിട്ട് അടികൂടുകയായിരുന്നു. ആ റൂം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അവന്റെ അമ്മയാകട്ടെ ആകെ സങ്കടത്തിലുമാണ്. അവനെ പിരിഞ്ഞ് ഇരിക്കാൻ പറ്റില്ല, നിനക്ക് പോകണോന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണെങ്കിലും അവരോട് യാത്ര പറഞ്ഞിട്ട് അവൻ വണ്ടിയിലേക്ക് കയറി. അവന്റെ അച്ഛൻ യാത്ര പറയാൻ പോലും വരാതെ മദ്യപിക്കുകയായിരുന്നു. തന്റെ വീട് വിട്ട് പവിയുടെ വീട്ടിലേക്ക് പോകാൻ നേരം അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആകെ എന്തോ ഒരു അസ്വസ്ഥതയായിരുന്നു അവന്. പക്ഷെ അവളുടെ വീട്ടില് അവന് വലിയ സ്വീകരണം തന്നെയാണ് കിട്ടിയത്. മകളുടെ ഭർത്താവായതുകൊണ്ട് അവളുടെ വീട്ടുകാര് അവനെ പൊന്നുപോലെ നോക്കി. അവൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അവൻ അവിടെ ഒരു കുറവ് അവർ വരുത്തിയില്ല. അവളുടെ ഗ്രാൻഡ് എപ്പോഴും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും. അവനാകട്ടെ ക്രിക്കറ്റ് കാണണമായിരുന്നു. അവൻ ഫോണിലിരുന്ന് ക്രിക്കറ്റ് കാണുന്ന കണ്ടിട്ട് പവിയുടെ അച്ഛൻ വന്ന് ടിവിയിൽ ക്രിക്കറ്റ് വെച്ച് കൊടുക്കുന്നു. ഹീറ്റർ വർക്കാകാത്ത കാരണം അവന് വേണ്ടിയിട്ട് അവളുടെ അമ്മ ചൂടുവെള്ളം കൊണ്ടു കൊടുത്തു. ഓരോ ദിവസവും അവൻ ഇഷ്ടപ്പെട്ട ഡിഷുകൾ മാത്രമാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എല്ലാം കൊണ്ടും സുഖജീവിതമായിരുന്നു അവനവിടെ. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് അവന്റെ അമ്മ അവനെ വിളിക്കുന്നുണ്ട്. നീ അവിടെ ഓക്കെ ആണോ? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവനെ മിസ് ചെയ്യുന്നത് കാരണം ഇവർക്ക് ആഹാരം പോലും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഹാപ്പിയാണ്. ഇവിടുത്തെ അമ്മ എന്ത് നല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്, അടിപൊളി ടേസ്റ്റ് ആണ്. ഇതെല്ലാം കേട്ടതും എലന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. തന്റെ മകൻ അവിടെ പോയി കഷ്ടപ്പെടുകയായിരിക്കും, തങ്ങളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിരുന്ന അവർക്ക് തെറ്റി. അവൻ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ പവിക്കാകട്ടെ അവളുടെ ഡ്രീം ജോബ് കിട്ടി. ആ സന്തോഷത്തില് ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് പാർട്ടി നടത്തുന്നു. അതും വിനോദിന്റെ വീട്ടിൽ വെച്ച്. എന്നാൽ വിനോദിന്റെ ഭാര്യ എപ്പോഴും കുക്കിങ്ങിലായിരുന്നു. വിനോദിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അയാളെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കും. ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടിയിൽ പങ്കെടുക്കാനോ അവരുടെ കൂടെ സംസാരിച്ചിരിക്കാനോ ഒന്നും തന്നെ വിനോദ് തന്റെ ഭാര്യ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ അവളോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പവിക്ക് അവൾ ആഗ്രഹിച്ച ഡ്രീം ജോലി കിട്ടി. നിന്റെ ജോലി എന്താ എന്ന് കൂട്ടുകാരെല്ലാം എലനോട് ചോദിക്കുന്നു. അത് കേട്ടതും അവൻ വല്ലാതെയായി. അവൻ വീണ്ടും ആ ജോലിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ജോലിക്ക് വേണ്ടി വിളിക്കുമ്പോൾ അയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത ആഴ്ചത്തേക്ക് ശരിയാക്കാമെന്നായിരുന്നു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. പതിയെ പതിയെ പവിയുടെ വീട്ടുകാരും അവന്റെ ജോലിയെ പറ്റി അന്വേഷിച്ചു തുടങ്ങി. കുറെ ദിവസമായിട്ട് ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ക്രിക്കറ്റും കണ്ടിരിപ്പാണ്. വീട്ടുകാരത് ചോദിച്ചു തുടങ്ങിയതോടുകൂടി അവൻ ക്രിക്കറ്റ് കണക്കൊക്കെ നിർത്തി. ഇടയ്ക്ക് ഗ്രാൻഡ് ബൈ കൊണ്ട് പുറത്തൊക്കെ പോയി. ജോലിയുടെ കാര്യം ഇതുവരെ ഒന്നും ശരിയായില്ല. ദിവസങ്ങൾ കടന്നു പോകുന്തോറും പവിയുടെ മാതാപിതാക്കൾക്ക് അവനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം കണ്ടു തുടങ്ങി. അവൻ കോഫി ചോദിക്കുമ്പോൾ പവിയുടെ അമ്മ ദേഷ്യപ്പെട്ടു തുടങ്ങി. വേണമെങ്കിൽ തനിയുണ്ടാക്കി കഴിച്ചോ എന്ന് പറഞ്ഞു തുടങ്ങി. ഒടുവിൽ ഒരു ദിവസം നാളെ ജോയിൻ ചെയ്തോന്ന് പറഞ്ഞിട്ട് ആ ജോലിയുടെ ആള് അവനെ വിളിച്ചെങ്കിലും പിറ്റേന്ന് അവിടെ ചെല്ലുമ്പോൾ ജോലി ഉണ്ടായിരുന്നില്ല. അയാൾ വീണ്ടും അവനെ ചതിച്ചു. ഈ കാര്യം എന്തായാലും അവൻ പവിയോട് തുറന്നു പറഞ്ഞു. ഇവൻ ഇനി ജോലിക്ക് പോകാനൊന്നും പോകുന്നില്ല എന്ന് പവിയുടെ വീട്ടുകാർക്ക് മനസ്സിലായി. അതോടുകൂടി അവൻ ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു തുടങ്ങി. പവി രാവിലെ ജോലിക്ക് പോകുമ്പോ അവളുടെ ഫുഡൊക്കെ റെഡിയാക്കി അവളുടെ കയ്യിൽ കൊടുത്തുവിട്ടു തുടങ്ങി. അവളുടെ വീട്ടിലെ നായയെ നോക്കലും ചെടിക്ക് വെള്ളമൊഴിക്കലും പിന്നെ വീട്ടിലെ അല്ലറ ചില്ലറ ജോലിയൊക്കെ ചെയ്ത് പതിയെ പതിയെ ആ വീട്ടിലെ ഒരു സ്ത്രീ എന്തൊക്കെ ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയൊക്കെ അവൻ ചെയ്തു തുടങ്ങി. ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണിച്ചാൽ പവിയുടെ അമ്മ അവനെ വഴക്ക് പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം കടയിൽ സാധനം വാങ്ങാൻ പറഞ്ഞു വിട്ടപ്പോൾ ചോറ് വെക്കാനുള്ള അരിക്ക് പകരം ബിരിയാണി വെക്കാനുള്ള 5 കിലോ അരിയാണ് അവൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ദേഷ്യം വന്ന പവിയുടെ അമ്മ അവനോട് പറയുന്നുണ്ട്, ഇനി നീ ദിവസവും ഈ അരിയിൽ തന്നെ ചോറുണ്ണണം, അതും വെറും രസം മാത്രം കൂട്ടി. ഇവൻ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുമ്പോൾ പവി അവനെ വഴക്ക് പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേന്ന് ചോദിച്ച് ദിവസം വീട്ടില് ഗ്രാൻഡ് ബൈ അവന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പവിയുടെ അമ്മ പുറത്തു പോയിരിക്കുകയായിരുന്നു. അവരൊരു 5:30 അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, റേഷൻ കടയിൽ എല്ലാവർക്കും 6000 രൂപയും 2 കമ്പിളിപ്പതുപ്പും കൊടുക്കുന്നുണ്ട്. ഫ്ലഡ് റിലീഫിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. അത് വെറുതെ കളയണ്ട, റേഷൻ കാർഡുമായിട്ട് പോയി അത് വാങ്ങാൻ. 6 മണി കഴിഞ്ഞാൽ അത് കിട്ടില്ല. അവന്റെ ഫ്രണ്ട്സ് ആകിട്ട് അവനെ വെള്ളമടിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അവിടേക്ക് പോകാൻ പറ്റിയില്ല. റേഷൻ കടയിലേക്ക് ധൃതി പിടിച്ച് അവൻ ഓടി. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് റേഷൻ
കാർഡിന് പകരം ATM കാർഡ് അവൻ എടുത്തുകൊണ്ട് വന്നേന്ന്. ആ 6000 രൂപ അവന് കിട്ടിയില്ല. 6000 കിട്ടിയില്ലെങ്കിൽ പവിയുടെ അമ്മ അവനെ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നെന്നുള്ള പേടിയിലായിരുന്നു അവൻ. തൽക്കാലം അവൻ തന്റെ ഗ്രാൻഡ്മയോട് വിളിച്ച് സംസാരിച്ചിട്ട് അവരെ കൊണ്ട് 6000 രൂപ GPay ചെയ്യിപ്പിക്കുന്നു. 6000 രൂപയുടെ കാര്യത്തിൽ അവൻ എന്തെങ്കിലും മാനേജ് ചെയ്തു എന്ന് വെക്കാം. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പവിയുടെ അമ്മ കമ്പിളിപ്പതപ്പ് എവിടെയെന്ന് ചോദിക്കുന്നു. അതോടുകൂടി അവന്റെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞു. കിട്ടേണ്ട 6000 രൂപ നീ വേസ്റ്റ് ആക്കിയില്ലേ, റേഷൻ കാർഡ് ATM കാർഡും കണ്ട തിരിച്ചറിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പവി പോലും അവനെ വഴക്ക് പറഞ്ഞു. എല്ലാം കൊണ്ടും അവൻ ആ വീട്ടിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ ഇതിനൊരു പോം വഴി അവൻ വിനോദിനോട് ചോദിക്കുന്നു. അപ്പോൾ വിനോദ് പറയുന്നുണ്ട്, ചില വീടുകളില് മരുമക്കള് അമ്മായിമ്മയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് തങ്ങളെ ദ്രോഹിക്കുന്നു എന്ന രീതിയിൽ ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കി ഭർത്താവിനോട് പറയാറുണ്ട്. അതുപോലെ നീ ഇവിടെ ചെയ്തു നോക്കൂ. നിന്റെ ഭാര്യയുടെ അമ്മ നിന്നെ ദ്രോഹിക്കുന്നു എന്നുള്ള രീതിയിൽ ചില കള്ളത്തരങ്ങൾ ഉണ്ടാക്കണം. അതൊക്കെ പവിയെ വിശ്വസിപ്പിക്കുകയും വേണം. പിന്നീട് അങ്ങോട്ട് അവൻ ആ പ്ലാനിങ്ങിലായി. ഒരു ദിവസം പവിയുടെ അമ്മയും എലനും അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു. അവരാകട്ടെ അവനോട് തേങ്ങ അരയ്ക്കാൻ പറയുന്നുണ്ട്. എന്നാൽ മിക്സി വർക്കാകുമായിരുന്നിട്ടും അവൻ കള്ളം പറയുന്നുണ്ട്. മിക്സിയുടെ പ്ലഗ് ലൂസായിട്ട് കുത്തിയിട്ട് മിക്സി വർക്കാകുന്നില്ല എന്ന് പറഞ്ഞതും അവനവനോട് എന്നതൊന്ന് കല്ലിലരച്ചിട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവൻ പോയി അത് കല്ലിലരയ്ക്കുന്നുണ്ട്. രാത്രിയില് പവി വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ പിടിച്ചതും അവൻ വല്ലാതെ വേദനിക്കുന്ന പോലെ അഭിനയിക്കുന്നു. തേങ്ങ മിക്സിയിൽ അരയ്ക്കണ്ട, കല്ലിലരച്ചാ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ കൊണ്ട് കല്ലിലരപ്പിച്ചായിരുന്നു. അങ്ങനെ കൈ കല്ലിന്റെ ഇടയിൽ പെട്ടിട്ട് നന്നായിട്ട് വേദനിക്കുന്നു എന്ന് അവൻ പറയുന്നു. തന്റെ അമ്മ അവനോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. അവള് പോയി അമ്മയോട് ചോദിക്കുന്നുണ്ട്, തലേന്ന് ചമ്മന്തി കല്ലിലാണോ അരച്ചതെന്ന്. അതെ, മിക്സി കേടായിരുന്നു, അതുകൊണ്ടാ കല്ലരച്ചെന്ന് അവര് പറയുന്നു. എന്നാൽ മിക്സി വർക്കാകുന്നുണ്ടെന്ന് അവള് ചെക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തിൽ അവരെ ഒന്ന് നോക്കിയിട്ട് അവിടെ ഒന്നും പോയി. അവൾ ജോലി കഴിഞ്ഞ് രാത്രിയിൽ വരുമ്പോൾ ടെറസിൽ നിന്ന് നോക്കിയ ശേഷം അവൻ പെട്ടെന്ന് പോയി അവളുടെ ഡ്രസ്സ് അലക്കുന്നു. നീ എന്തിനാ ഇത് കൈകൊണ്ട് അലക്കുന്നത്, മെഷീനിലിട്ടാ പോരെ എന്ന് അവള് ചോദിച്ചതും ഈ തുണി മെഷീനിലിട്ട് കഴിഞ്ഞാൽ കേടായി പോകുന്ന അമ്മ പറഞ്ഞു, അതുകൊണ്ടാ കല്ലിൽ അലക്കുന്നതെന്ന് അവൻ പറയുന്നു. എന്നാൽ ഇത് കേടാകാത്ത തുണിയാണല്ലോ എന്ന് അവള് തിരിച്ചു ചോദിക്കുന്നു. അമ്മ മനഃപൂർവ്വം ഇവനെ കഷ്ടപ്പെടുത്തുന്നതാണെന്ന് പവി തെറ്റിദ്ധരിക്കുന്നു. പവി സാലറി കിട്ടിക്കഴിഞ്ഞാൽ വീട്ടു ചെലവുകളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് കാശ് അമ്മയുടെ കയ്യിലായിരുന്നു കൊടുക്കുന്നത്. അവൾ ഈ മാസം കാശ് കൊണ്ടുപോയി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അവരോട് പറയുന്നുണ്ട്, പവി ഇവിടെ വീട്ടിൽ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് അവനെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അവൻ വെറുതെ നിൽക്കുന്നതുകൊണ്ട് അമ്മയെ ചില കാര്യങ്ങളിൽ സഹായിക്കുന്നത്, അത് മുതലെടുക്കാൻ പാടില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്നു. ഇതോടുകൂടി പവിയുടെ അമ്മയ്ക്ക് മനസ്സിലായി തന്റെ മകളെ തനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് കാരണം പവിയുടെ അമ്മ എലനിട്ടൊരു പണി കൊടുക്കുന്നു. അടുത്ത വീട്ടിലൊരു ചേച്ചി വന്ന സമയത്ത് എലൻ അവിടെ ഷോർട്സ് ഇട്ടിരിക്കുകയായിരുന്നു. അവര് വന്ന് അവനോട് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം വേറെ രീതിയിലാക്കി പവിയുടെ അമ്മ അവളോട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടിട്ട് അവൾ എലനോട് ദേഷ്യപ്പെടുകയും ചെയ്തു. ആ സ്ത്രീ വന്ന സമയത്ത് നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചത്, നീ നിന്റെ ഡ്രസ്സിംഗിൽ ശ്രദ്ധിക്കാത്തത് എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഉച്ച സമയത്ത് അവൻ AC ഓണാക്കിയിട്ടിട്ട് ബാത്റൂമിലേക്ക് പോയി AC ഓഫ് ആക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കുറ്റങ്ങൾ കണ്ടെത്തി പവിയുടെ അമ്മ പവിയെ അറിയിച്ചു. അതിന്റെ എല്ലാം പേരില് എലന്റെ പവിക്കും ഇടയിൽ ചെറിയ ചെറിയ വഴക്കുകൾ വന്നു തുടങ്ങി. എലൻ രാവിലെ എഴുന്നേൽക്കുന്നില്ല, ഇവിടെ വന്ന് തന്റെ കൂടെ പല ജോലികളും ചെയ്യുന്നില്ല, അവന്റെ അണ്ടർഗാർമെന്റ്സ് എല്ലാവരും കാണുന്ന രീതിയിൽ അവൻ ഉണക്കാനിടുന്നു. അങ്ങനെ 100 കുറ്റങ്ങള് പവിയുടെ അമ്മ അവനെ കുറിച്ച് അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ 2 പേർക്കും ഇടയിൽ പെട്ട് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അവള് തന്റെ ഫ്രണ്ട്സിനോട് ഇതിനെപ്പറ്റി ഷെയർ ചെയ്തപ്പോ അവര് പറയുന്നുണ്ട്, അവൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അവൻ എന്തെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്ക്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന്. അത് കാരണം അടുത്ത മാസം സാലറി കിട്ടിയപ്പോൾ അവളാകട്ടെ ആ സാലറി എലന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. 50,000 രൂപയുണ്ടായിരുന്നു. ചെലവുകളൊക്കെ നീ നോക്കിക്കണ്ട് ചെയ്യണമെന്ന് പറയുന്നു. എലനാകട്ടെ കാശ് കിട്ടിയപ്പോഴേ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വീട്ടിലേക്കുള്ള സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങി. കുറച്ച് കാശ് പവിയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. എല്ലാത്തിനും അവൻ ബില്ല് വെക്കുന്നുണ്ട്. കടയിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും വില കൂടിയതായിരുന്നു അവൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് വീട്ടിലെ ക്ലീനിങ്ങിനും മറ്റുമായിട്ട് ഒരു റോബോട്ടിക് വാക്യൂം വാങ്ങി. ഇതെല്ലാം കണ്ടിട്ട് പവി അവനോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ശരിക്കും അവള് ഒരു മാസത്തെ ചെലവനായിരുന്നു 50,000 രൂപ കൊടുത്തത്. അവനത് 15 ദിവസം കൊണ്ട് തീർത്തിരിക്കുന്നു. നോക്കിയും കണ്ടും അവന് ചെലവാക്കാൻ പോലും അറിയില്ല. അതിന്റെ പേരിൽ അവൾ അവനെ കുറെ വഴക്ക് പറഞ്ഞു. ഇനി ബാക്കിയുള്ള 15 ദിവസം എന്തെടുത്ത് ചെലവാക്കുമെന്ന് ചോദിച്ചിട്ട് നീ പോയി പിച്ചെ എടുക്കേണ്ടി വരുമെന്നാണ് അവള് പറയുന്നത്. അവന് ശരിക്കും ആകെ സങ്കടം വന്നു. വേറെ നിവൃത്തിയില്ലാതെ അവൻ സങ്കടപ്പെട്ട് അവന്റെ വീട്ടിലേക്ക് പോയി. കുറച്ചുനേരം അവന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് അവൻ ഉറങ്ങി. എന്നാൽ അവന്റെ അച്ഛൻ വന്നപ്പോഴേക്കും അവനെ വഴക്ക് പറഞ്ഞു തുടങ്ങി. ഒരു ജോലിക്കും കൂലിക്കും പോകത്തില്ല, ഇനി നീ ചോദിക്കുമ്പോഴൊക്കെ നിനക്ക് വേണ്ടിയിട്ട് കാശും തരണമെന്ന്. ഓൾറെഡി നിനക്ക് വേണ്ടി വാങ്ങിയ വീടിന്റെ EMI ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ വീട്ടിൽ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും തിരിച്ച് പവിയുടെ വീട്ടിലേക്ക് വരുന്നു. ഈ പ്രാവശ്യം പവിയുടെ അച്ഛൻ അവനോട് സംസാരിക്കുന്നു. പവിയെ ആദ്യമായിട്ട് താൻ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തപ്പോൾ താൻ പോലും അറിയാതെ തന്റെ സ്കൂട്ടറിന്റെ പിറകെ ഓടി അവൾ വീട്ടിൽ തിരിച്ചെത്തി. കല്യാണത്തിനും അവൾ ഇതുപോലെ ചെയ്യുമെന്ന് താൻ കരുതിയില്ല. പക്ഷെ നിങ്ങളാകട്ടെ അവൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട് പോലും വിട്ടിട്ട് വന്നിരിക്കുന്നു. ഇതൊന്നും എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. പവിയെ ഒരുപാട് ഇഷ്ടമായോണ്ടാണ് അവനതെല്ലാം ചെയ്തത്. പക്ഷെ എല്ലാവരും താൻ ഒരു വേസ്റ്റ് ആണെന്നാ പറയുന്നത്. പവിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ നീ ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് കഷ്ടപ്പെട്ടൊരു റോളാണ്. എന്നാൽ കാലങ്ങളായിട്ട് ഈ സ്ത്രീകൾ ഇതേ റോള് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനിച്ച വീടും മാതാപിതാക്കളെ എല്ലാം വിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരുന്നു. ആ വീടും ആ കുടുംബത്തിലെ അംഗങ്ങളെ എല്ലാം തന്നെ ഹാപ്പി ആയിട്ട് വെക്കുന്നു. അവർ പലപ്പോഴും സ്വന്തം കാര്യത്തെപ്പറ്റി ചിന്തിക്കാറേയില്ല.
മറ്റുള്ളവരുടെ സന്തോഷം എന്താണോ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാര് അത് അവരുടെ ജോലിയാണ്, അവര് ഹൗസ് വൈഫാണ്, അതുകൊണ്ടാണ് അവരതൊക്കെ ചെയ്യുന്നത് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും അതൊക്കെ അവര് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാ ചെയ്യുന്നത്. അവരെ ഹൗസ് വൈഫ് എന്നല്ല വിളിക്കേണ്ടത്, ഹോം മേക്കർ എന്നാണ്. ഒരു വീട് തന്നെ ഉണ്ടാക്കുന്നത് അവരാണ്. പുറത്തുപോയി നിങ്ങൾ എന്ത് ജോലി ചെയ്ത് ടയർഡായിട്ട് വന്നാലും ആ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ അവിടെ ഒരു സന്തോഷം ഉണ്ടാകില്ല. അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് തന്നെ ഈ സ്ത്രീകളാണ്. എന്റെ അമ്മയും എന്റെ ഭാര്യയും നിന്റെ അമ്മയും എല്ലാം തന്നെ സ്നേഹത്തോടു കൂടിയാണ് ഒരു വീട് നോക്കിക്കൊണ്ട് പോകുന്നത്. നീ വീട്ടിൽ ചെയ്ത ജോലികളും സ്നേഹത്തോട് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാകും. അതുകൊണ്ട് നിന്റെ മുന്നിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ എല്ലാം വിട്ടിട്ട് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാം സ്നേഹത്തോട് ചെയ്തു നോക്ക്, ചിലപ്പോ എല്ലാം ശരിയാകും. അങ്ങനെ ഒടുവിൽ എലിനൊരു തീരുമാനം എടുത്തു. തന്റെ ഫ്രണ്ട്സിനോട് അവൻ പറയുന്നുണ്ട്, നാളെ മുതൽ ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങള് നോക്കി കണ്ടറിഞ്ഞ് ഞാൻ ചെയ്യാൻ പോകുക. ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാകില്ല. രാവിലെ തന്നെ പവിക്ക് വേണ്ടിയിട്ട് അവൻ ഒരു കോഫി ഇട്ടുകൊണ്ട് കൊടുക്കുന്നു. പവിയുടെ അമ്മ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ അവൻ കിച്ചണിലെ ജോലികൾ ചെയ്തു തുടങ്ങി. പവിയുടെ അമ്മയും ഇത് കണ്ട് ശരിക്കും സന്തോഷത്തിലായി. അവർ ടയർഡായിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സൂപ്പ് അവൻ ഉണ്ടാക്കി കൊടുത്തു. വീട്ടിൽ ബോറടിച്ചിരുന്ന ഗ്രാൻഡ് ബേയെ കടല് കാണിക്കാൻ കൊണ്ടുപോയി. അയാളും കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു ബീച്ചിലൊക്കെ വരുന്നത്. ഓഫീസിൽ ലേറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന പവിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി അവൻ കൊടുത്തുവിട്ടു. അവളും ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ വീട്ടിലെ എല്ലാ ജോലികളും അവൻ കണ്ടറിഞ്ഞു ചെയ്തു. പവിയുടെ അമ്മയും അച്ഛനെയും ഗ്രാൻഡ് ബേ എല്ലാം തന്നെ എല്ലാ കാര്യത്തിലും അവൻ ഹെൽപ്പ് ചെയ്തു. അവർക്കിപ്പോ അവനിൽ ഒരു പരാതി ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും വേണ്ടിയിട്ട് പവിയുടെ അമ്മ ചൂട് ദോശ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവര് മാത്രം തണുത്ത ദോശ തിന്നത് കണ്ടിട്ട് അവൻ അവരെ കൊണ്ടിരുത്തിയിട്ട് അവർക്ക് വേണ്ടി ചൂട് ദോശ ചുട്ടുകൊണ്ട് കൊടുക്കുന്നു. കാലങ്ങൾക്ക് ശേഷമാണ് താൻ ഈ ചൂടോടുകൂടി ദോശ കഴിക്കുന്നതെന്ന് അവർ സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയാണ്. എന്നാൽ അവിടെ എലന്റെ അമ്മയ്ക്ക് അവനെപ്പറ്റി ആലോചിച്ച് ആകെ സങ്കടമായിരുന്നു. ഒരു ദിവസം അവർ എലനെ കാണാൻ പവിയുടെ വീട്ടിലേക്ക് വരുന്നു. പവിയുടെ വീട്ടുകാരെല്ലാം തന്നെ പുറത്തു പോയിരിക്കുകയാണ്. എന്നാൽ എലനാകട്ടെ കിച്ചണില് പാത്രം കഴുകുന്നു. ഇത് കണ്ട് ശരിക്കും എലന്റെ അമ്മ ഞെട്ടിപ്പോയി. അമ്മയെ കണ്ടതും അമ്മയിലേക്ക് താൻ കോഫി ഇട്ട് തരാമെന്ന് അവൻ പറയുന്നു. എന്നാൽ അവര് നോക്കുമ്പോൾ അവനൊരു സ്ത്രീയെ പോലെ നിന്ന് ജോലി ചെയ്യുന്നതായിട്ടാണ് അവർക്ക് തോന്നുന്നത്. തന്റെ മകന്റെ അവസ്ഥ കണ്ട് ആ അമ്മ ആകെ തകർന്നുപോയി. നീ ഇങ്ങനെ വീട്ടുജോലിയൊക്കെ ചെയ്ത് ജോലിക്കൊന്നും പോകാതെ ഇവിടെ ഇരിക്കുന്നത് വളരെ മോശമാണ്. മര്യാദയ്ക്ക് നീ ഒരു ജോലിക്ക് പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ നിനക്കൊരു വിലയുണ്ടാകില്ല എന്നൊക്കെ അവന്റെ അമ്മ പറയുന്നുണ്ട്. അവന്റെ അച്ഛൻ അവന് വേണ്ടി ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അവർ സങ്കടപ്പെട്ട് പറഞ്ഞതോടുകൂടി അവൻ ജോലിക്ക് പോകാമെന്ന് സമ്മതിക്കുന്നു. അന്ന് രാത്രി ഒരുപാട് സന്തോഷത്തിലാണ് പവി അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൾക്ക് ജോലിയിൽ 35,000 ഇൻക്രിമെന്റ് കിട്ടിയിരിക്കുന്നു. അത് കേട്ടതും അവൻ ഒരുപാട് ഹാപ്പിയായി. അവന് സന്തോഷത്തോടെ പറയുന്നുണ്ട്, തനിക്കൊരു ജോലി കിട്ടി, 25,000 രൂപയാണ് ശമ്പളം. എന്നാൽ അത് കേട്ടതും അവൾ ആകെ വല്ലാതെയായി. അവൾ രാത്രിയിൽ അവനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ടല്ലോ, നീ വെറുതെ ഇത്രയും കുറഞ്ഞ ശമ്പളത്തിന് ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ? നീ ഇവിടെ വീട്ടില് അമ്മയുടെ അച്ഛന്റെയും കൂടെ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് സമാധാനത്തോട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ ആയിരിക്കും. നിനക്കെന്താണെങ്കിലും കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല സാലറിയിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടും. വെറുതെ ഇപ്പൊ ഈ ജോലിക്ക് പോകണമെന്ന് അവൾ ചോദിക്കുന്നു. അവനും അത് കേട്ടപ്പോൾ ആദ്യം സങ്കടം തോന്നി. എന്താണെങ്കിലും അവൾ പറഞ്ഞ സ്ഥിതിക്ക് പോകണ്ടെന്ന് അവൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി അവന്റെ അമ്മ വിളിച്ചതും അവൻ പറയുന്നുണ്ട്, ഞാൻ പവിയോട് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ജോലിക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചു എന്ന്. എന്നാൽ ഇത് കേട്ടതും അവന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നു. തന്റെ മകനെ ഇനി അവിടെ കഷ്ടപ്പെടാൻ അനുവദിക്കരുതെന്ന് ചിന്തിച്ച് അവരൊരു പ്ലാൻ ഇടുന്നുണ്ട്. അറ്റാക്ക് വന്നു എന്നുള്ള രീതിയിൽ കുഴഞ്ഞു വീഴുന്നു. അവരുടെ ആ പ്ലാനിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വിനോദും മൈക്കിളും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലായ അവരെ കാണാൻ ആകെ ടെൻഷനോടുകൂടി പവിയും എലനും എത്തി. എന്നാൽ പവിയെ മാത്രം ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അവര് പറയുന്നുണ്ട്, എന്റെ മകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അവനെ പിരിഞ്ഞ് ഇത്ര കാലം തന്നെ ഇരുന്നത് എന്നെ വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു. ഇനി ഞാൻ എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. അവസാന നിമിഷമെങ്കിലും തന്റെ മകൻ തന്നോടൊപ്പം ഉണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. മൈക്കിളാകട്ടെ കള്ളം പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഹേർട്ടിൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടെന്നാണ്. ഇതെല്ലാം കേട്ട് എല്ലാവരും ടെൻഷനിലുമായിരുന്നു. കുറച്ചുനാള് തന്റെ മകന്റെ കൂടെ തങ്ങളുടെ വീട്ടിലേക്ക് വന്നു നിൽക്കാൻ എലന്റെ അമ്മ പവിയോട് പറയുന്നു. അവൾക്ക് ആദ്യം ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഇങ്ങനൊരു അവസ്ഥയിൽ അവർ ചോദിച്ചതുകൊണ്ട് അവൾ ഓക്കെ പറഞ്ഞു. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ടും എലന്റെ അമ്മ അഭിനയം തുടർന്നു. പവിയാകട്ടെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവരുടെ കൂടെ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്റെ ജോലി അവൾ വർക്ക് ഫ്രം ഹോം ആക്കി. അത് കാരണം അവളുടെ ഇൻക്രിമെന്റ് ക്യാൻസലായി. ഇൻക്രിമെന്റ് ക്യാൻസലായ സ്ഥിതിക്ക് മോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്തായാലും ജോലിക്ക് പോകട്ടെ, ചെലവുകൾ അവനും കൂടെ നോക്കട്ടെ എന്നാണ് എലന്റെ അമ്മ പറയുന്നത്. അങ്ങനെ എലൻ പിറ്റേന്ന് മുതൽ ജോലിക്ക് പോയി തുടങ്ങി. പവി വീട്ടിലെ കാര്യങ്ങളും തന്റെ ജോലിയും എലന്റെ അമ്മയുടെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഗുളിക കൊണ്ട് കൊടുക്കുന്നുണ്ടെങ്കിലും എലന്റെ അമ്മ അതൊന്നും കഴിക്കുന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. പതിയെ പതിയെ ആ വീട്ടിലെ എല്ലാവരുമായിട്ടും പവി നല്ലൊരു സൗഹൃദത്തിലായി. എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവള് ജനലിന്റെ അടുത്ത് നിന്നും ആ ഗുളികകൾ കണ്ടെത്തി. അതോടുകൂടി അവൾക്ക് ഡൗട്ട് തോന്നാൻ തുടങ്ങി. അവളെ കാണുമ്പോൾ ശാരീരിക അസ്വസ്ഥത അഭിനയിക്കുകയാണെന്നും അല്ലാത്ത സമയത്തൊക്കെ എലന്റെ അമ്മ ഓടിച്ചാടി നടക്കുകയാണെന്നും അവൾക്ക് തോന്നാൻ തുടങ്ങി. എന്നാൽ അവൾ അതൊന്നും തന്നെ ചോദിച്ചില്ല. അതിനിടയ്ക്ക് അവൾക്ക് ജോലിയിലും പ്രഷറായി. ഇനി വർക്ക് ഫ്രം ഹോം കൊടുക്കില്ല, ഫുൾ ടൈം ജോലി നോക്കുന്ന എംപ്ലോയിയെ മതിയെന്ന് പറഞ്ഞിട്ട് അവളുടെ ജോലിയും പോയി. മൈക്കിൾ ഒരു നേഴ്സായിരുന്നു. എലന്റെ അമ്മയെ ചെക്ക് ചെയ്യാനൊക്കെ വരുന്നത് അവനായിരുന്നു. ഒരു ദിവസം പവി അവനോട് പറയുന്നുണ്ട്, ആന്റിയുടെ റിപ്പോർട്ട് വേണം,
എന്റെ ഒരു ഫ്രണ്ടിന്റെ അച്ഛൻ ഡോക്ടറാണ്, ആളുടെ അടുത്തുനിന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാനാണെന്ന്. ഇത് കേട്ടതോടുകൂടി മൈക്കിൾ ആകെ ടെൻഷനിലായി. ഫേക്ക് ആയിട്ട് ഇനി റിപ്പോർട്ട് ശരിയാക്കിയെങ്കിലേ പറ്റൂ. അന്ന് വൈകുന്നേരം ആകട്ടെ എലൻ അവന്റെ അമ്മയുടെ BP ചെക്ക് ചെയ്യുന്നു. അവന്റെ ചേട്ടന്റെ മകൻ എലന്റെ അമ്മയുടെ ഫോണിൽ ഗെയിം കളിക്കുന്നു. പവി അവർക്ക് വേണ്ടി ചായയുമായിട്ട് വന്നു. ആ സമയം ഫോണിൽ വന്ന മൈക്കിളിന്റെ ഒരു വോയിസ് മെസ്സേജ് ആ കുട്ടി അറിയാതെ ഓണാക്കുന്നു. അമ്മയുടെ ഫേക്ക് ആയിട്ടുള്ള റിപ്പോർട്ട് ശരിയായിട്ടുണ്ട്, നിങ്ങളുടെ മരുമകൾ അറിയാതെ നോക്കണം, അഭിനയം നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നായിരുന്നു ആ വോയിസ് മെസ്സേജ്. ഇത് കേട്ട് പവിയും എലന് ഞെട്ടി. അമ്മ തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് എലന് മനസ്സിലായി. മക്കൾ സത്യം മനസ്സിലാക്കിയതും ആ അമ്മ കരയാനും ആരംഭിച്ചു. ദേഷ്യമെന്ന് പവി പറയുന്നുണ്ട്, നിങ്ങൾ കാണിച്ചത് വളരെ മോശമാണെന്ന്. നിങ്ങൾ കാരണം എന്റെ ഡ്രീം ജോബ് പോലും നഷ്ടപ്പെട്ടു. ഒരമ്മയെ എങ്ങനെയൊക്കെ നോക്കണോ ആ രീതിയിലാണ് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല. എന്നാൽ തന്റെ മകനെ വിട്ടിട്ട് തനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നും അവനെ തന്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനും നോർമൽ ആൾക്കാരെ പോലെ അവൻ ജീവിക്കാനും ഒക്കെ താനും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇങ്ങനൊരു കളി കളിക്കേണ്ടി വന്നതെന്നാണ് അവര് പറയുന്നത്. ലോകത്ത് ഒരമ്മയും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ പവി സംസാരിച്ചതും എലിന് ദേഷ്യം വരുന്നു. അമ്മയോട് സോറി പറയാൻ പറയുന്നു. എന്നാൽ ഞാൻ അവരോട് ഇന്ന് വരെയും തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവരെന്നോട് കാണിച്ചത് മോശമാണ്. എന്റെ അമ്മയും അച്ഛനെയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് സത്യം തുറന്നു പറഞ്ഞിട്ടാ ഞാൻ നിന്നെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ഇവരെന്നെ കള്ളം പറഞ്ഞാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവര് ചെയ്തത് തെറ്റാണെന്നും ഞാനതുകൊണ്ട് സോറി പറയേണ്ട കാര്യമില്ല എന്നൊക്കെ അവള് പറയുന്നു. നീ ഇപ്പോൾ എന്റെ കൂടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിനക്ക് വരാം, ഞാൻ എന്തായാലും ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല എന്ന് അവള് പറയുന്നു. അവൻ പോകരുതെന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ കരയുകയും ചെയ്യുന്നു. തന്റെ അമ്മയെ വിട്ടിട്ട് നിന്റെ കൂടെ ഞാൻ വരുന്നില്ല എന്നും എലനും പറഞ്ഞു. അതോടുകൂടി രണ്ടുപേരും അവിടെ വെച്ച് പിരിഞ്ഞു. പവി അവളുടെ വീട്ടിലേക്ക് പോയി. എലൻ തന്റെ വീട്ടിൽ തന്നെ നിന്നു. എന്നാൽ രണ്ടുപേരും പരസ്പരം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം എലന്റെ അമ്മ വിനോദിന്റെയും മൈക്കിളിന്റെ എല്ലാം കൂടിയിരുന്ന് ആഹാരം കഴിക്കുകയാണ്. എലന്റെ സഹോദരന്റെ വൈഫ് അവർക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നു. എന്റെ മകൻ എലൻ അവരുടെ വീട്ടിൽ എന്തുമാത്രം കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. എന്റെ മകനെ അങ്ങനെ കഷ്ടപ്പെടാൻ വിടാൻ പറ്റില്ല. അതിനേക്കാൾ നല്ലത് അവർ രണ്ടുപേരും പിരിയുന്നത് തന്നെയാ. എന്നാൽ ഇത് കേട്ട് അവരുടെ മൂത്ത മരുമകൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടില് എന്തൊക്കെ ജോലിയാണോ ചെയ്യുന്നത് അത് തന്നെയാണ് എലൻ അവിടെയും ചെയ്തത്. എന്റെ വീട്ടുകാര് ഞാനിവിടെ കഷ്ടപ്പെടുന്നു എന്ന് കരുതിയിട്ട് എന്നെ എന്റെ ഭർത്താവിനെയും പിരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതല്ലേ ഇപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈ വീടിന് വേണ്ടിയിട്ടും പുറത്തുപോയി ജോലി ചെയ്യുന്നു. ഞാൻ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ഞാൻ ഈ ജോലി കണ്ടിട്ടുള്ളൂ. പക്ഷെ ആര് വീട്ടിൽ ജോലി ചെയ്യണം, ആര് പുറത്തുപോയി ജോലി ചെയ്യണമെന്ന് ഇവിടെ ആരും ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന ജോലി ഏലൻ അവിടെ പവിയുടെ വീട്ടിൽ ചെയ്തു. ഇവിടെ എന്റെ ഹസ്ബൻഡ് ചെയ്യുന്ന ജോലി പവി പുറത്തുപോയി ചെയ്തു. എന്തുകൊണ്ട് എല്ലാവരും എപ്പോഴും ആണ് പുറത്തുപോയി ജോലി ചെയ്യണമെന്നും പെണ്ണ് വീട്ടിൽ ജോലി ചെയ്യണമെന്നും വാശി പിടിക്കുന്നത്? അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പതിയെ പതിയെ എലന്റെ അമ്മയ്ക്കും തോന്നാൻ തുടങ്ങി താൻ എവിടെയോ തെറ്റ് ചെയ്തുവെന്ന്. ശരിക്കും ആ ഒരു വാചകങ്ങൾ വിനോദിന്റെ കണ്ണുകളും തുറന്നിരുന്നു. തന്റെ ഭാര്യയോട് ഇത്രയും കാലം താൻ മോശമായിട്ടാ പെരുമാറിക്കൊണ്ടിരുന്നെന്ന് അയാൾ മനസ്സിലാക്കി. അന്ന് വീട്ടിലെത്തിയതും ഓടി വന്ന് അയാളുടെ ഷൂസ് അഴിക്കാൻ വന്ന ഭാര്യയോട് അയാൾ വേണ്ടാന്ന് പറഞ്ഞു. സ്വന്തം കാലിലെ ഷൂസ് അയാൾ സ്വയം ഒഴിച്ചു. അത് കണ്ടപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് സന്തോഷം തോന്നി തുടങ്ങി. എന്നാൽ അവൾ അയാളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിർബന്ധിക്കുന്നതുകൊണ്ടല്ല ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇവിടെ സങ്കടപ്പെട്ട് കിടക്കുന്ന പവിയോട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, ശരിക്കും നീ ചെയ്ത ചില കാര്യങ്ങളും വളരെ മോശമാണ്. നീ ഒരു മെയിൽ ഷോവനിസ്റ്റ് എന്ന് ചിലരെയൊക്കെ പറയാറില്ലേ, ഇവിടെ അതാ നീ ചെയ്തത്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭാര്യ എന്തിനാ ജോലിക്ക് പോകുന്നത്? അവള് വീട്ടിലെ കാര്യങ്ങൾ നോക്കി വീട്ടിലിരുന്നാ പോരെന്ന് ചില ആണുങ്ങൾ പറയാറുണ്ട്. അത് തന്നെയല്ലേ നീ ഇവിടെ എലനോട് പറഞ്ഞത്? അവന് ജോലി കിട്ടിയ സമയത്ത് ആ ജോലിക്ക് പോകണ്ട, ചെറിയ ശമ്പളമല്ലേ, എന്റെ അമ്മയുടെ അച്ഛന്റെ ഒക്കെ കാര്യം നോക്കി വീട്ടിലെ കാര്യവും നോക്കി ഇവിടെ ഇരുന്നാ മതി എന്ന് നീ പറഞ്ഞു. മെയിൽ ഷോവനിസ്റ്റുകൾ എന്താണോ കാണിക്കുന്നത് അത് തന്നെയാ നീ ഇവിടെ കാണിച്ചത്. പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെന്തൊക്കെ സഹിക്കേണ്ടി വന്നോ അതിൽ പല കാര്യങ്ങളും ഇവിടെ എലനും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നീ പലപ്പോഴും മനസ്സിലാക്കിയില്ല. പവിയോട് അവളുടെ അമ്മയും പറയുന്നുണ്ട്, പെൺകുട്ടികളുടെ അമ്മമാർക്കെല്ലാം ചെറുപ്പം മുതലേ അറിയാം അവരുടെ പെൺമക്കള് ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയായിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ളതാണെന്ന്. അതുകൊണ്ട് കല്യാണ സമയത്ത് കരഞ്ഞാലും കുറച്ചു കഴിയുമ്പോൾ അവരൊക്കെ നോർമലാകും. കാരണം അവരതിനൊക്കെ തയ്യാറായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ആൺകുട്ടികളുടെ വീട്ടുകാര് അങ്ങനല്ല. അവർക്ക് തന്റെ മക്കള് എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹം. പെട്ടെന്നൊരു ദിവസം അവൻ തങ്ങളെ വിട്ടിട്ട് പോവാണെന്ന് പറയുമ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടാ. ഇവിടെ എലന്റെ അമ്മ അവനെ നിന്റെ വീട്ടിലേക്ക് വിട്ടത് തന്നെ വലിയ അത്ഭുതമാണ്. ചിലപ്പോ ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അതിന് അനുവദിക്കത്തു പോലുമില്ല. എലനും ആകെ സങ്കടത്തിലായിരുന്നു. അവനങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് അവന്റെ അമ്മയ്ക്ക് ശരിക്കും ആരോഗ്യസ്ഥിതി മോശമാകുന്നുള്ള ടെൻഷനിലായിരുന്നു അവന്റെ അച്ഛനും. അവന്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഒടുവിൽ പവിയാകട്ടെ ഇവർ ആദ്യം കണ്ട കഫേയിലേക്ക് അവനെ കാണാൻ വിളിക്കുന്നു. അവിടെ വെച്ച് അവൻ അവൾക്ക് വരച്ചു കൊടുത്ത ആ ചിത്രം അവന് തിരിച്ചു കൊടുക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് ഈ കഫേയിൽ വെച്ച് കാണാതിരുന്നിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. നിന്റെ വീട്ടുകാര് നിനക്ക് വേണ്ടി എന്താണോ ആഗ്രഹിക്കുന്നത് നീ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് എലന്റെ വീട്ടുകാര് പറഞ്ഞിട്ട് അവനൊരു സെക്കൻഡ് മാരേജിന് ഒരുങ്ങുന്നതാണ്. എന്നാൽ അവൻ ആകെ സങ്കടത്തിലായിരുന്നു. പക്ഷെ സർപ്രൈസ് എന്നോണം അവന്റെ സൈഡിലേക്ക് വന്നിരിക്കുന്ന പെൺകുട്ടി പവി തന്നെയായിരുന്നു. ഇതെങ്ങനെയെന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ അവന്റെ അച്ഛൻ അവനോട് പറയുന്നുണ്ട്, എപ്പോഴും നീ അച്ഛന്മാരെ വില്ലനായിട്ട് കാണാതെ ചില കാര്യങ്ങളൊക്കെ അവർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് നല്ലതാണ്. നിനക്കൊരു ഉത്തരവാദിത്വം
ഉത്തരവാദിത്വമില്ലാതെ നീ ജീവിച്ചുകൊണ്ടിരുന്നത്. പവിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നീ ആ ഉത്തരവാദിത്വമൊക്കെ പഠിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. ഇടയ്ക്കൊരു ദിവസം പവിയാകട്ടെ എലിന്റെ പേരൻസിനെ കാണാൻ വന്നിരുന്നു. അവരോട് സംസാരിക്കുകയും ചെയ്തു. ദേഷ്യത്തിൽ സംസാരിച്ചതിനെല്ലാം അവരോട് സോറി പറഞ്ഞു. ഒരു പെൺകുട്ടി ആണിന്റെ വീട്ടിലേക്ക് പോകുന്നത് ആർക്കും തെറ്റായിട്ട് തോന്നുന്നില്ല. എന്നാൽ ഒരു ആൺകുട്ടി അത് ചെയ്തപ്പോഴേക്കും എല്ലാവർക്കും വലിയ തെറ്റായിട്ട് തോന്നി. അത് തിരുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അതിന്റെ പേരിൽ എന്റെ പ്രണയം നഷ്ടപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. എന്നോടുള്ള പ്രണയത്തിന്റെ പേരിൽ അവൻ എല്ലാം വിട്ടിട്ട് എന്റെ വീട്ടിലേക്ക് വന്നില്ലേ? ഇനിയിപ്പോൾ എന്റെ ഊഴോ? അവന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നും ഇവിടേക്ക് വരാൻ തയ്യാറാണ്. അത് കേട്ടതോടുകൂടി എലിന്റെ അച്ഛനും പറഞ്ഞു, നീ വീട്ടിലേക്ക് പൊയ്ക്കോ. ഈ പ്രാവശ്യം എന്റെ സമ്മതത്തോടും കൂടി നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന്. അങ്ങനെ അവർ വീണ്ടും വിവാഹം കഴിച്ചു. തന്റെ വീടൊക്കെ വിട്ടിട്ട് എലിന്റെ വീട്ടിലേക്ക് പോകുന്നതിൽ പവിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും എലന്റെ ഫാദർ ഒരു സർപ്രൈസ് കൊടുത്തു. അവന് വേണ്ടി പുതുതായിട്ട് നിർമ്മിച്ച വീട്ടിലേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്. പഴയ വീട്ടിലെ എല്ലാവർക്കും കൂടെ നിൽക്കാൻ സൗകര്യമില്ല. പക്ഷെ ഇവിടെ നീ ഒറ്റയ്ക്കായിരിക്കില്ല. നിന്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും ഉണ്ടാകുമെന്ന് അയാൾ പറയുന്നു. അതായത് എലന്റെയും പവിയുടെയും ഫാമിലിയുടെ കൂടിയാണ് ഇനി ഇവർ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്. ഇത് കേട്ടതും എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷത്തിലുമായിരുന്നു. രണ്ടുപേരുടെയും പേരൻസിനെ ഒറ്റയ്ക്കാക്കണ്ടല്ലോ. പക്ഷെ 6 ആഴ്ച കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയില് എലനും പവിയും തങ്ങളുടെ സാധനങ്ങളും എടുത്തിട്ട് രാത്രിക്ക് രാത്രി വീട് വിട്ട് ഓടുന്നു. കള്ളന്മാരാണെന്ന് കരുതിയിട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് ഫാമിലിയുടെയും കൂടെയും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ലാന്നും ഇവരുടെ ടോർച്ചർ താങ്ങാൻ പറ്റില്ലാന്നും പറഞ്ഞിട്ടായിരുന്നു ഇവർ രണ്ടുപേരും എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയി ജീവിക്കാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.